സിംഹത്തിന്റെ ബോർഡ് കണ്ടത് അത് കാണിച്ചോ. കാട്ടുപോത്തിട്ടോ, കാട്ടിക്കൾ ഒരു 1-2 നല്ല ഒരുപാട് എണ്ണം ഉണ്ട്. ഹലോ ഗൈസ്, പൊളിക്കും ആളെ നടക്കുന്ന രൂപം നോക്കി ഗൈസ്. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോസ് ആരംഭിക്കണേ. ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാല് എങ്ങോട്ടാ പോണത് ഷാനോ? നമ്മള് എവിടേക്ക് പോണേ? ഊട്ടി. സ്കൂള് പൂട്ടിയപ്പോ തന്നെ ക്രിസ്മസ് ലീവ് എന്ന് പറഞ്ഞാണ്ട് ഞങ്ങള് ഊട്ടിയിലോട്ട് പോവാണ് ഗൈസ്. ഊട്ടിയിലോട്ടുള്ള യാത്രയിലാട്ടോ വൈക്കടവ് എത്തിയപ്പോഴേ, വൈക്കടവ് അറിയില്ല, നാടുകാണി ചുരത്തിന്റെ തുടക്കം. ഈ വൈക്കടവ് എത്തിയപ്പോൾ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഓക്കെ, പോവാം, യാത്ര തുടരാം. വെയില് അപ്പൊ ചുരം കയറിക്കൊണ്ടിരിക്കട്ടോ, നാടുകാണി ചുരം. നാടുകാണി ചുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടി. ഇതാണ് ആന ഇറങ്ങുന്ന സ്ഥലം. ചുരം കയറുകയാണ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങളെ തുണക്കാരെ കാണുമ്പോ ഒന്ന് കാണിക്കാം. കണ്ടു നമ്മളെ ആൾക്കാരെ കാണുമ്പോ പറഞ്ഞേ, ഇനി നമ്മളെ ആൾക്കാരെ കാണുമ്പോ കാണിച്ചു തരാറില്ലേ എന്താ ആൾക്കാരാണ് ഈ ആൾക്കാർ കേട്ടോ. ഏതായാലും നമ്മള് വണ്ടി യാത്രയിലല്ലേ, എന്നാ നമുക്കൊരു പാട്ട് പാടിയാലോ? ഏത് പാട്ട് പാടാം? സന്നൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. സന്നൊക്കെ ഗൈസ് ഉണ്ട്, സന്നുണ്ട്, ഉപ്പച്ചി ഉണ്ട്, ഉമ്മച്ചി ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ പാട്ട് നിർബന്ധം. റെഡി, 1 2 3. മക്കത്തെ മംഗല്യരാവ് കല്യാണ നാള് മഞ്ജുള്ള നേരി എത്തിയല്ലോ മണിമാരൻ. ഗൂഡല്ലൂർ വഴിയാണ് പോണത്. ഗൂഡല്ലൂർ എത്തും. ഗൂഡല്ലൂർ പിന്നെ മൈസൂർ റൂട്ടിൽ പോയിട്ട് പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാ സുഹൃത്തുക്കള് ദിയന്റെ ആളുണ്ട്, ലിനുവിന്റെ ആളുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇതാ അവിടെ നിൽക്കണേ. ഹലോ ഗൈസ്, അവിടെ ലാസ്റ്റ് കണ്ടതാണ് ദിയ. എന്നാ ഷണ്ണുനെ കണ്ടോളി. രണ്ടുപേരുണ്ട്. ഷണ്ണുനെ കണ്ടു. അതാണ് ഗൈസ്, അങ്ങനെയാണ് യാത്ര ഗൈസ്. അപ്പോൾ മേൽ പറഞ്ഞ ഗൂഡല്ലൂർ ടൗൺ എത്തിട്ടോ. മൈസൂർ റൂട്ടിലേക്ക് തിരിഞ്ഞ് നല്ല ബ്ലോക്കാണ്. ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെയാണ് മൈസൂർ റോഡ് പോകുന്നത് കേട്ടോ ഗൈസ്. കടന്നു പോകുന്നത് ഉള്ളിലൂടെ അല്ല, അതിൻ്റെ മുൻഭാഗത്ത് കൂടെ. എല്ലാം ഒരുപോലെ തോന്നിക്കും. ഹലോ ഗൈസ്, പൊതിഞ്ഞ് കൊയങ്ങി നമ്മള്. ചക്രം ഗൈസ്. അപ്പൊ ഞങ്ങള് ഫോറസ്റ്റിലേക്ക് കയറാണ്, മൈസൂർ കാട്ടിലേക്ക് കയറാണ് ഗൈസ്. മൈസൂർ കാടായിട്ട് കയറാണ്. കുറെ ആളുകള് ഇന്നത്തെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ പൈനാപ്പിളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കട്ടെ. ആ കാണുന്ന സംഗതി നമുക്ക് കയറി പോകാം കേട്ടോ ഗൈസ്. അപ്പൊ കാട്ടിലേക്ക് ഞങ്ങൾ കയറുകയാണ് ഗൈസ്. മൈസൂർ കാട്ടിലേക്ക് പോവാട്ടോ. മുതുമലൈ ടൈഗർ റിസർവ്. വെൽക്കം. കണ്ടോ, ചെക്ക് പോസ്റ്റാണ് കടന്നത്. കണ്ടോ, കാട്ടിലോട്ട് പോകാനുള്ള വണ്ടികളൊക്കെ. ചെക്ക് പോസ്റ്റ് കണ്ടോ. എന്നോട് വാങ്ങിയ ഉണ്ടോ? സിംഹത്തിനെ കണ്ടത്. സിംഹത്തിൽ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞ് എഴുതി വെച്ചതാണോ കണ്ടത്? സിംഹത്തിന്റെ
ബോർഡ് കാണിയത് അത് കാണും. അത് കാണിച്ചു കേട്ടോ. കാട്ടുപോത്തിട്ടോ, കാട്ടിക്കൾ ഒരു 1-2 എന്നല്ല, ഒരുപാട് എണ്ണം ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്താൽ സൂം ചെയ്താണ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ. ആന കാണൊക്കെ ആന അവിടെ ആന ആണ് പാ ഈ മരത്തിന്റെ എത്ര നോക്കാം. പോത്തുണ്ട്, കാട്ടി പോത്തുണ്ട്. ഞാനത് കണ്ടില്ല, ആനയെ കണ്ടില്ല. എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ പേടിച്ചു പോയി ഗൈസ്. അപ്പൊ നോക്കുമ്പോ ഇത് നാട്ടാനയാണ്. അതിന്റെ മുകളിൽ ഒരാളെ കണ്ടു ഗൈസ്. ആകെപ്പാളി മോഞ്ചി ആന ആരാണ് ഇരിക്കണത് നോക്കി ഗൈസ്. മയിലുകൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടെങ്കിലും അല്ല എല്ലാവരുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിലും ഈ മയിൽ അവിടെ ഇല്ലല്ലോ. അതാണ് നമ്മളെ പ്രശ്നം. ഒരുമിച്ച് കാണിക്കാം. ഹലോ ഗൈസ്. ഓ അതിന് മയിൽ അതാണ് ഈ പുലിനെ കാണിച്ചു കേട്ടോ. എന്താ ഇപ്പൊ കഥ? എന്താ ഇപ്പൊ കഥ? ഇന്നിപ്പോ ആരും നമ്മളെ മെയിൻ ചെയ്യണില്ലല്ലോ. ഈ ഇരുത്ത് എങ്ങനെ ഇരിക്കാന്നല്ലാതെ കൊറേ നേരമായല്ലോ എന്നിട്ട് ദിയാ അതിനും എല്ലാം കൊടുത്തൂടെ? അപ്പൊ ഞങ്ങള് ഇവിടെ തിരിയാറുണ്ട് ഗൈസ്. ഞങ്ങൾ ഊട്ടിയിലായിട്ട് പോകണ മൈസൂർക്കാട്ടില് പകുതി വന്ന് ഊട്ടിയിലോട്ട് പോവാൻ ഗൈസ്. മൈസൂർ റോട്ടിൽ നിന്നും മസ്നഗുഡി റോട്ടിലോട്ട് തിരിഞ്ഞ ഉടനെ തന്നെയാണ് ഈ കരടിനെ കാണുന്നത് കേട്ടോ. ഇത് ചുമ്മാ പറയല്ല, സംഭവം കണ്ടിരുന്നു. കുറച്ചേരം കണ്ട് ക്യാമറ ഓണാക്കിയപ്പോൾ തന്നെ സംഗതി ഉള്ളിലോട്ട് വലിഞ്ഞു. അതാണ് സംഭവിച്ചത്. നല്ലൊരു കാഴ്ചയായി. ആദ്യമായിട്ടാണ് ഇതിൽ വന്നിട്ട് കരടിനെ കാണാൻ പറ്റിയത്. ഊട്ടിയിലോട്ട് പോകുന്നവരെ ഇ പാസ് എടുക്കാൻ മറക്കരുത്. ഇ പാസിൻ്റെ ചെക്കിംഗ് കൗണ്ടറാണിത്. അത് മറ്റുള്ള റൂട്ടിൽ വന്നാലും അവിടെ കിടക്കുന്നിടത്തും ഉണ്ട് കേട്ടോ. ഇരുട്ട് വീണു ഗൈസ്, ഇരുട്ട് വീണു. ഇനി മാനുകളോ സിംഹങ്ങളോ എന്തെങ്കിലുമൊക്കെ റോഡ് വിലങ്ങും മുറിയുന്നുണ്ടോ നോക്കട്ടോ. സിംഹം വരേ, ആകെ പേടിയുണ്ട്. എന്താ ഗൈസ് മസനഗുഡി റൂട്ടാട്ടോ. രാത്രി ആയിപ്പോയി ഗൈസ്. എന്നാലും നമുക്ക് ഇത് കാണാം. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാം. മൃഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ ഗൈസ്. ഇനി നാളത്തെ വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഊട്ടിയിലൂടെയുള്ള കറക്കം അത് കാണാം നമുക്ക്. എങ്ങനെയുണ്ട് ഈ റൂട്ട്? അടിപൊളി കേട്ടോ. എല്ലാവരും ഊട്ടിക്ക് പോകുമ്പോൾ ഈ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ 2 കാർഡ് കിട്ടും. നല്ല ഭംഗിയുള്ള സമയമുണ്ടപ്പോൾ ഓവർ ഇരുട്ടായിക്കോയി. അതാണ് ഇപ്പോൾ പ്രശ്നം. ഇനി നമുക്ക് പോകാനുള്ള മലയാണ് കാണുന്നത് കേട്ടോ. ഇതിന്റെ മുകളിൽ കയറി പോകണം ഗൈസ്. ഇപ്പൊ ടൈം 6:30. നല്ല സ്ഥലം, നല്ല സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. കാണേണ്ട കാഴ്ചകളാണ്. പലരും കണ്ടവരായിരിക്കും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണമൊക്കെ. ഓക്കെ ചുരട്ടോ, വലിയ ചുരാണ്.
മൃഗങ്ങളെ സ്ഥലങ്ങളുണ്ട്. ഹലോ ഗൈസ്, ഗൈസ് മസ്നഗുഡി ചുരം ഇറങ്ങിയതിന് ശേഷം ഊട്ടിയിലെത്താനായിട്ടോ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറിയതാണ്. ചുമ്മാ ചെറുത് 2 ചോക്ലേറ്റുകൾ വാങ്ങിച്ചു, അത്രേ ഉണ്ടായതുള്ളൂ. ബാക്കി അത് കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ കയറിയതാണ്. മക്കൾ ചെറുത് 2 വാങ്ങിച്ച് അത് കഴിച്ചിട്ട് നേരെ പോകും. എന്താണ് ആളെ നടക്കുന്ന രൂപം നോക്കി ഗൈസ്. എനിക്ക് കോട്ടുമില്ല ഗ്ലൗസും ഇല്ല. ഇവളാണെങ്കിൽ ആകെ മൂടിപ്പോച്ച്. ഇതാട്ടെ നമ്മൾ നിൽക്കാൻ പോണ റൂമേ ഇതാണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തോടു കൂടി ഈ വീഡിയോസ് ഇവിടെ അവസാനിക്കണേ. ഇനി നാളെ കാണാം. ഇൻഷാ അല്ലാഹ്.